ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമതായി വന്നിട്ടുള്ള ആരോപണം, അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR, ഈ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അതിൽ പരാതിക്കാരിയുടെ പേരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട SIT സംഘം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിരുന്നു. പെൺകുട്ടിയുമായി ഫോണിൽ സംസാരിക്കുകയും നേരിട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളുമായി SIT സംഘം മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ശാസ്ത്രമംഗലം അജികുമാർ തന്നെയാണ് ഈ കേസിലും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി ഹൈക്കോടതി ഈ കേസിൽ, ആദ്യ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിലും സമാനമായി അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ പരാതിയുടെ മെറിറ്റ്, പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പേരില്ല, പരാതിയിൽ ആരാണ് പരാതി നൽകിയതെന്നില്ല, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാന കാര്യം, ഹൈക്കോടതി ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണം. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ അറസ്റ്റ് കൂടി തടയണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം കോടതി, SIT സംഘം ഈ കോടതിയിൽ എന്ത് മറുപടി നൽകുമെന്നുള്ളത് നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളോ മൊഴികളോ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപക്ഷെ മറുപടി നൽകി കഴിഞ്ഞാൽ ഈ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. SIT സംഘം ഈ രണ്ടാമത്തെ കേസിൽ ആദ്യം അജ്ഞാത മെയിലിൽ നിന്നായിരുന്നു KPCC അധ്യക്ഷനടക്കം പരാതി വന്നത്. ആ പരാതിയാണ് DGPക്ക് KPCC അധ്യക്ഷൻ കൈമാറുകയും ചെയ്തത്. ആ മെയിൽ ഐഡിയിൽ തന്നെയാണ് SIT സംഘം ആദ്യം ഈ പെൺകുട്ടിയുമായി, പരാതി നൽകിയ പെൺകുട്ടിയുമായി ആശയവിനിമയം നടത്തിയത്. ആശയവിനിമയം നടത്തിയപ്പോൾ തന്നെ താൻ പരാതി നൽകാൻ തയ്യാറാണ്, പക്ഷേ ചില ആശങ്കകൾ തനിക്കുണ്ട്. പ്രത്യേകിച്ച് ആദ്യ കേസിൽ ഇരയുടെ പേരുവിവരങ്ങളടക്കം, അതിജീവിതയുടെ പേരുവിവരങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ തനിക്ക് ചില ആശങ്കകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRൽ അതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.